സഭയിൽ നടന്നത് പ്രത്യേകമായ നീക്കം. വിട പറഞ്ഞ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് നിയമസഭ. രാജ്യം കണ്ട എക്കാലത്തെയും മികച്ച ഭരണാധികാരികളിൽ ഒരാളും രാജ്യത്തെ ഏറ്റവും മികച്ച സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളുമായ മൻമോഹൻ സിംഗിനെ ഓർമ്മിപ്പിക്കാനാണ് കേരള നിയമസഭ ഈ ദിവസം മുഴുവനും മാറ്റിവെച്ചത്. മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച വേളയിൽ കേരളത്തിൽ CPM-ന്റെ അമരത്തുണ്ടായിരുന്നത് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അന്ന് മൻമോഹനെ അവഹേളിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന് പിണറായി വിജയൻ പക്ഷേ മുഖ്യമന്ത്രിയായതോടെ മയപ്പെട്ടാണ് സംസാരിച്ചത്. മൻമോഹനെ ആവോളം പുകഴ്ത്തിയാണ് പിണറായി വിജയൻ സഭയിൽ സംസാരിച്ചത്. ആ പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ ഒന്ന് കാണാം. അങ്ങയുടെ വാക്കുകളോട് പൂർണ്ണമായി യോജിക്കുന്നു. 2024 ഡിസംബർ 26 അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ദേഹവിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നതിന് പുറമെ അന്താരാഷ്ട്ര പ്രശസ്തനായ സാമ്പത്തിക വിദഗ്ധൻ, മാതൃകാ അധ്യാപകൻ, പ്രഗത്ഭനായ ഉദ്യോഗസ്ഥൻ, രാജ്യത്തിൻ്റെ ധനകാര്യമന്ത്രി എന്നിങ്ങനെ പല നിലകളിൽ പ്രശസ്തനായിരുന്നു അദ്ദേഹം. ഒരു സാധാരണ ഗ്രാമീണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം സ്വന്തം ധിഷണയുടെ ബലത്തിലാണ് പ്രശസ്തമായ കാംബ്രിഡ്ജ് സർവകലാശാലയിൽ IMD ലിറ്റിൽ എന്ന വിഖ്യാത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ വിദ്യാർത്ഥിയായി തൻ്റെ ഗവേഷണ പ്രബന്ധം പൂർത്തിയാക്കിയത്. കയറ്റുമതിക്ക് ഊന്നൽ നൽകുന്ന ഒരു സാമ്പത്തിക നയം വേണമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രബന്ധത്തിലെ പ്രമേയം. സ്വാതന്ത്ര്യം നേടിയ ശേഷം രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ കീഴിൽ അടിസ്ഥാന ഘനവ്യവസായങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഉദ്യമങ്ങൾക്കാണ് ഇന്ത്യയിലെ ആസൂത്രണ പ്രക്രിയ പ്രാമുഖ്യം നൽകിയത്. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിലെ അഭിപ്രായമാകട്ടെ തൻ്റെ ഗവേഷണ പ്രബന്ധത്തിൽ എന്ന പോലെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളെപ്പോലെ ഇന്ത്യയും കയറ്റുമതിയിൽ അധിഷ്ഠിതമായ സാമ്പത്തിക നയം സ്വീകരിക്കണമെന്നായിരുന്നു. ഗവേഷണം പൂർത്തിയാക്കി മടങ്ങിയെത്തിയ ഡോക്ടർ മൻമോഹൻ സിംഗ് പഞ്ചാബ് സർവകലാശാലയിലും പിന്നീട് പ്രൊഫസർ KN രാജനൊപ്പം ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിലും അധ്യാപകനായി. അക്കാദമിക മേഖലയിൽ നല്ല രീതിയിൽ ശോഭിക്കുമ്പോഴാണ് അദ്ദേഹം അന്താരാഷ്ട്ര സംഘടനകളിലും പിന്നീട് ഇന്ത്യൻ സർക്കാരിലും സാമ്പത്തിക നയരൂപീകരണ മേഖലയുമായി ബന്ധപ്പെട്ട ഉദ്യോഗങ്ങൾ സ്വീകരിച്ചത്. ഇന്ത്യയുടെ സാമ്പത്തിക നയരൂപീകരണത്തിൽ കാതലായ പങ്കുവഹിക്കുന്ന എല്ലാ പദവികളും വഹിച്ച മറ്റൊരു വ്യക്തി ഇല്ലെന്ന് തന്നെ പറയാം. കേന്ദ്ര ധനകാര്യ സെക്രട്ടറി, റിസർവ് ബാങ്ക് ഗവർണർ, ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ, പ്രധാനമന്ത്രി ചന്ദ്രശേഖരൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്, PV നരസിംഹറാവു മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രി എന്നിങ്ങനെ എല്ലാ സുപ്രധാന ചുമതലകളും ഡോക്ടർ മൻമോഹൻ സിംഗ് നിർവഹിച്ചു. 1980-കളുടെ അവസാന ഘട്ടത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് സൗത്ത് കമ്മീഷൻ്റെ സെക്രട്ടറി ജനറലായും സേവനമനുഷ്ഠിച്ചു. 1991-ൽ രാജ്യത്തിൻ്റെ ധനകാര്യമന്ത്രിയാകുന്നതിന് തൊട്ടു മുൻപ് കുറച്ചു കാലം ഡോക്ടർ മൻമോഹൻ സിംഗ് UGC ചെയർമാൻ എന്ന ചുമതലയും വഹിച്ചിരുന്നു. രാജ്യത്തിൻ്റെ ധനമന്ത്രിയായി നിയോഗിക്കപ്പെട്ടതിനാൽ ഇന്ത്യൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം പ്രയോജനപ്പെടുത്താനുള്ള അവസരം നഷ്ടപ്പെട്ടുവെന്ന് വേണമെങ്കിൽ പറയാം. 2004 പൊതുതെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യത്തെ വോട്ടർമാർ ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യത്തിൽ ആകൃഷ്ടരാകാതെ അന്നത്തെ ഭരണകക്ഷിയെ അധികാരത്തിൽ നിന്ന് മാറ്റിയപ്പോൾ ഇടതുപക്ഷ പാർട്ടികളുടെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്ന ഒന്നാം UPA സർക്കാരിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ നിയുക്തനായത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. ഇടതുപക്ഷം മുന്നോട്ട് വെച്ച പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ആ സർക്കാർ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, വിവരാവകാശ നിയമം തുടങ്ങി നിരവധി ശ്രദ്ധേയമായ കാൽവെപ്പുകൾ നടത്തുകയുണ്ടായി. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെയും അദ്ദേഹം നേതൃത്വം നൽകിയ UPA സർക്കാരിൻ്റെയും ചില നയങ്ങളിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു എന്നത് വസ്തുതയാണ്. എന്നിരിക്കലും ഭരണഘടനാ മൂല്യങ്ങളെയും ജനാധിപത്യ സംവിധാനത്തെയും സംരക്ഷിക്കുന്നതിന് അദ്ദേഹമെടുത്ത നിലപാടുകൾ പ്രശംസനീയമാണ്. മതനിരപേക്ഷ മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന പ്രതിഭാശാലിയായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, സൗമ്യനും നിശ്ചയദാർഢ്യമുള്ളവനുമായ ദേശസ്നേഹി എന്നിങ്ങനെ പൊതുമണ്ഡലത്തിൽ ശോഭിച്ച
അനിതരസാധാരണനായ ഒരു വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ വിയോഗത്തോടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കുടുംബാംഗങ്ങളോടും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരോടും ആദരിക്കുന്നവരോടും